ഈ വരുന്ന 4-ാം തീയതി വോട്ടെണ്ണൽ പൂർത്തിയായി കഴിയുമ്പോൾ UDF മഹാഭൂരിപക്ഷത്തിന് വിജയിക്കുമ്പോൾ UDF സർക്കാർ അധികാരമേൽക്കുമ്പോൾ അതിനെ തുടർന്ന് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ എന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച അന്വേഷണം കൂടുതൽ കാര്യക്ഷമമാകും. ഇതുവരെ നമുക്കറിയാലോ, അതായത് SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണം ഒരു പരിധി വരെ എത്തിയപ്പോൾ കാരണഭൂതം പിടിമുറുക്കി. കാരണം കാരണഭൂതത്തിന്റെ പോലീസാണല്ലോ. അപ്പം ഹൈക്കോടതിയുടെ നിരീക്ഷണം, ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ എന്നൊക്കെ പറഞ്ഞാലും അന്വേഷിക്കുന്നത് പിണറായി വിജയന്റെ പോലീസുകാരാണ്. അപ്പൊ പിണറായി വിജയൻ ഈ പറയുന്ന ടീം അംഗങ്ങളെ മുഴുവൻ തന്റെ കൈപ്പിടിയിൽ ഒതുക്കി. പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നത സ്ഥാനത്തുള്ള ആൾക്കാർ ആരൊക്കെയെന്ന് ഞാൻ പ്രത്യേകിച്ച് പേരെടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അന്വേഷണം കടകംപള്ളിയിലേക്ക് എത്തുന്നതിന് മുമ്പ്, അതായത് ഇങ്ങനെ കടകംപള്ളിയിലേക്ക് ഇങ്ങനെ എത്താൻ പോവുകയാണ്. കടകംപള്ളിയിലേക്ക് എത്തുന്ന ആ ഘട്ടം വന്നപ്പോൾ പിണറായി വിജയൻ ചവിട്ടി, വേണ്ട മതി, അത്രയൊക്കെ അന്വേഷിച്ചാൽ മതി എന്ന് പിണറായി വിജയൻ പറഞ്ഞതോടുകൂടി SIT അവരുടെ ആ പരിപാടി പതുക്കെ നിർത്തി. അപ്പോഴാണ് അതും പോരാ തിരഞ്ഞെടുപ്പാണ് വരുന്നത്, അയ്യപ്പന്റെ സ്വർണം കട്ടത് CPM ആണ് എന്ന ഒരു ധാരണ പരന്നിട്ടുണ്ട്. പോറ്റിപ്പാട്ടൊക്കെ ഇറങ്ങി. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, ഈ കേസിലേക്ക് ആരെ വലിച്ചടയ്ക്കണം, കോൺഗ്രസുകാരെ കൂടി ഇതിന്റെ അകത്തേക്ക് ഉൾപ്പെടുത്തണം. അപ്പൊ അതെങ്ങനെയാണ്? ഇവരോട് അന്വേഷിക്കാൻ പറഞ്ഞത് ഈ ദ്വാരപാലക വിഗ്രഹങ്ങളും അത് കഴിഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ 2 തവണയായി സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോയ കാര്യമാണ് അന്വേഷിക്കാൻ വേണ്ടി ഹൈക്കോടതി പറഞ്ഞത്. അപ്പോഴത്തേക്കാണ് അതിനു മുമ്പത്തെ UDF ഭരണകാലത്ത് കൊടിമരം സ്വർണം പൂശിയതിൽ വൻ അഴിമതി കുറെ ദിവസം അതായിരുന്നു ചർച്ച. അവസാനം ഹൈക്കോടതി പിണറായിയുടെ വിജിലൻസിനോട് തന്നെ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു. പിണറായിന്റെ വിജിലൻസ് അന്വേഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു അഴിമതിയില്ല. പിണറായിന്റെ വിജിലൻസ് തന്നെ പറഞ്ഞു. കാരണം പിണറായിയുടെ വിജിലൻസിന് ഒരു ചെറിയൊരു അറിവ് കിട്ടി. കാരണം കാരണഭൂതത്തിന്റെ പരിപാടിയൊക്കെ തീരുകയാണ്. ഈ തെരഞ്ഞെടുപ്പോടെ കാരണഭൂതം കത്തി തീരുമെന്ന് വിജിലൻസിന് ബോധ്യം വന്നു. പക്ഷെ കേരള പോലീസിന് ബോധ്യം വന്നിരുന്നില്ല കേട്ടോ. അങ്ങനെയാണ് കേരള പോലീസ് പോയിങ്ങാണ്ട് ഈ സ്വർണ്ണ കൊടിമരത്തിന്റെ കാര്യങ്ങളൊക്കെ കുറെ എന്താ പറയാ ഒരു 3-4 ആഴ്ച അതിന്റെ പിന്നാലെ നടന്നു. തന്ത്രിയെ പിടിച്ചകത്തിട്ടു. വാജീവാഹനം തന്ത്രി കട്ടുകൊണ്ടുപോയതാണെന്ന് പറഞ്ഞു. തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. ഒരു അത്യാവശ്യം എന്താ പറയാ ബോധം വിവരമുള്ള SIT അംഗങ്ങളാണെങ്കിൽ ഇവർക്ക് ഒരു പഴയ ഫയലുകളൊക്കെ ഒന്ന് എന്താ പറയാ ഒന്ന് അന്വേഷിക്കുകയാണെങ്കിൽ, അതൊക്കെ പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുകയാണെങ്കിൽ അവർ ഈ പറയുന്ന വിഡിത്തൊന്നും ചെയ്യില്ല. കാരണം ഈ തന്ത്രി വാജീവാഹനം തന്ത്രി കട്ടുകൊണ്ടുപോയതല്ല, തന്ത്രിക്ക് പൊതുവേദിയിൽ വെച്ച് തന്ത്രിക്ക് അവകാശപ്പെട്ടതാണത്. അതാണ് തന്ത്ര സമുച്ചയം പറയുന്നു. വാജീവാഹനം സ്വർണ്ണ കൊടിമരം മാറ്റുമ്പോൾ അല്ലെങ്കിൽ കൊടിമരങ്ങൾ മാറ്റുമ്പോൾ ആ കൊടിമരത്തിന്റെ അഗ്രത്തിലുള്ള വാജീവാഹനം അത് തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ്. അങ്ങനെയാണ് പൊതുജന മധ്യത്തിൽ വെച്ചിട്ട് ഈ പറയുന്ന എല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട്, ഭക്തന്മാരെയും ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളെയും ഒക്കെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഇത് കൈമാറുന്നത്. ആർക്ക്? തന്ത്രിക്ക്. എന്നിട്ടാ പറഞ്ഞ തന്ത്രിയെ കട്ടുകൊണ്ടുപോയി. ഈ തന്ത്രിക്ക് ഈ പറഞ്ഞ ഈ എന്താ പറയാ ഈ സ്വർണ്ണപ്പാളികളും കട്ടിലയും അല്ലെങ്കിൽ ദ്വാരപാലക വിഗ്രഹങ്ങളൊന്നും സ്വർണം പൂശാൻ കൊണ്ടുപോകുന്ന കാര്യത്തിലോ ഈ പറയുന്ന എന്താ പറയാ ഈ പോറ്റി ഏൽപ്പിച്ചു കൊടുക്കുന്ന കാര്യത്തിലോ ഒന്നും തന്ത്രിക്ക് ഇതിൽ യാതൊരു ഉത്തരവാദിത്വമില്ലാന്നേ. തന്ത്രിക്ക് അവിടുത്തെ പൂജാവിധികളും തന്ത്രവിധികളും മാത്രമാണ് ഈ തന്ത്രിയുടെ എന്താ പറയാ തന്ത്രിയുടെ അവകാശം, അല്ലെങ്കിൽ തന്ത്രിക്ക് അത്രയും ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ ഇത് സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോകാൻ പൂശണ്ടാവുമെന്നും തന്ത്രിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇതൊക്കെ CPM രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ കട്ടത് ഞങ്ങൾ മാത്രമല്ല. അതാണ് പിണറായി വിജയൻ അതാണ് ഈ SIT-യോട് പറഞ്ഞത്. SIT-കാർ ചെയ്യേണ്ടത് ഇപ്പം പിടിയിലായത് മുഴുവൻ സഖാക്കളാണ്. അപ്പൊ സഖാക്കളാണ് കട്ടുകൊണ്ടുപോയത് എന്ന് പറയുന്ന ഒരു നറേറ്റീവ് മാറ്റണം, അത് പൊളിക്കണം. അതിന് പകരം കട്ടത് സഖാക്കൾ മാത്രമല്ല, UDF-കാരും കട്ടിട്ടുണ്ട്, കോൺഗ്രസ്സുകാരും കട്ടിട്ടുണ്ട്, തന്ത്രിയും കട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്ത്രിയെയും പിടിക്കണം. അങ്ങനെയാണ് തന്ത്രിയെയും അകത്തിട്ടത്. പക്ഷേ തന്ത്രിയെ കോടതി മുൻകൂർ ജാമ്യം നൽകി വിട്ടയച്ചു. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു പശ്ചാത്തലേ. ഇപ്പോഴ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ SIT ഒന്നുണർന്നെണീറ്റിരിക്കുന്നു. കാരണം ഇനി ആകെ 2 ആഴ്ചയില്ല. 2 കൂടി കഴിയുമ്പോഴത്തേക്ക് കാരണഭൂതത്തിന്റെ മന്ത്രിസഭ തീർന്നു. ഇനി വരാൻ പോകുന്നത് UDF മന്ത്രിസഭയാണ്. അപ്പോൾ ഇവരൊന്ന് എന്താ പറയാ ജാഗരൂകരായി
ഇവര് കൂടുതൽ കൂടുതൽ എന്താ പറയാ അന്വേഷണങ്ങളിലേക്കോ അല്ലെങ്കിൽ പണ്ട് നിർത്തിവെച്ചയിടത്ത് നിന്ന് ഇവർ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അതാണ് ഇന്നത്തെ മലയാള മനോരമ വാർത്ത. ശബരിമല സ്വർണ്ണക്കൊള്ള SIT വീണ്ടും PS പ്രശാന്തിന്റെ മൊഴിയെടുത്തു. PS പ്രശാന്ത് എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ, അതായത് K ജയകുമാർ അധികാരമേൽക്കുന്നതിന് മുമ്പ്, അത് 2025 ഈ 26 തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്ന ആരാണ്? PS പ്രശാന്ത്. പഴയ കോൺഗ്രസ്സുകാരനായിരുന്നു, പിന്നെ സഖാവായി മാറിയതാണ്. അപ്പൊ PS പ്രശാന്ത് ആയിരുന്നു രണ്ടാം തവണ സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോകും. 2019 കൊള്ളയാണ് ഇപ്പൊ അന്വേഷിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് ഹൈക്കോടതി പറഞ്ഞത് 2019 കൊള്ള മാത്രം അന്വേഷിച്ച പോരാ, 2025 കൊള്ളയും അന്വേഷിക്കണമെന്ന് ഹൈക്കോടതിയാണ് പറഞ്ഞത്. ഹൈക്കോടതി എങ്ങനെയാ പറഞ്ഞത്? 2019 കൊള്ള, ആ കൊള്ള മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് 2025 ഇതേപോലെ തന്നെ, അതായത് ഈ ശബരിമലയിലെ ഈ പ്രത്യേക ഈ പരിധി വിട്ടിട്ട് അതിനുള്ളിലുള്ള ഒരു വസ്തുവകകളും പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ ഹൈക്കോടതിയുടെ മുൻകൂർ അനുവാദം വാങ്ങണം. ഹൈക്കോടതിയുടെ ഒരു സ്പെഷ്യൽ കമ്മീഷൻ അവിടെയുണ്ട്. പക്ഷെ ഈ പ്രശാന്തും കൂട്ടരും എന്താ ചെയ്തത്? പ്രശാന്തും വാസവനും ചെയ്തത് ഹൈക്കോടതി അറിയിച്ചില്ല, സ്പെഷ്യൽ കമ്മീഷണർ അറിയിച്ചില്ല. ആരെയും അറിയിക്കാതെയാണ് 2025 ഈ ദ്വാരപാലക വിഗ്രഹങ്ങളും, ഏത് വിഗ്രഹങ്ങൾ? 2019 സ്വർണം പൂശിയത്. 2019 40 വർഷത്തെ ഗ്യാരണ്ടിയോടെ സ്വർണം പൂശിയ മുതലാണ് ഒരു 6 വർഷം കഴിഞ്ഞപ്പം പ്രശാന്തും വാസവനും കൂടി വീണ്ടും സ്വർണം പൂശാൻ വേണ്ടിയിട്ട് തട്ടിപ്പുകാരൻ എന്ന് മനസ്സിലാക്കിയ പോറ്റിയെ തന്നെ വീണ്ടും ഏൽപ്പിക്കുന്നത്. നോക്കണം നിങ്ങൾ. എനിക്ക് തോന്നി 2019 കൊള്ളയേക്കാൾ ഏറ്റവും വലിയ കൊള്ള എന്ന് പറയുന്നത് 2025 കൊള്ളയാണ്. SIT പ്രശാന്തിനെ ഇപ്പോഴിതാ വീണ്ടും മൊഴിയെടുക്കുന്നു. പ്രശാന്തിനെ മൊഴിയെടുത്തു കഴിഞ്ഞാൽ മിക്കവാറും സംഭവിക്കാൻ പോകുന്നത്, ഈ പറയുന്ന 4-ാം തീയതി വോട്ടെണ്ണൽ കഴിഞ്ഞാൽ 5-നോ 6-നോ 7-നോ വാസവനെയും SIT ചോദ്യം ചെയ്യും. കടകംപള്ളിയെയും ചോദ്യം ചെയ്യും, വാസവനെയും ചോദ്യം ചെയ്യും. രണ്ടു കൂട്ടരും മത്സരിക്കുകയാണല്ലോ. രണ്ടു കൂട്ടരും 8 നിലയിൽ പൊട്ടുമെന്നുള്ളത് ഉറപ്പാണ്. എന്ന് പറഞ്ഞാൽ ഈ അയ്യപ്പനാണല്ലോ ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഇവിടെ കടകംപള്ളിയും തോൽക്കും, വാസവനും തോൽക്കും. ഈ തോറ്റ ഒരു മുൻമന്ത്രി, ഈ പ്രാവശ്യത്തെ മന്ത്രി, ഈ 2 പേരെയും SIT പിടിക്കും. കാരണം അയ്യപ്പൻ പിടിപ്പിക്കും. SIT അല്ല പിടിക്കുന്നത്, അയ്യപ്പൻ ഇവരെ പിടിപ്പിക്കും. എന്ന് പറഞ്ഞാൽ ജയിലിലേക്ക് പോകാൻ പോകുന്നത് വാസവൻ, പ്രശാന്ത്, കടകംപള്ളി, പത്മകുമാർ, വാസു പോരെ. അപ്പോൾ ആകെ സീൻ മാറുകയാണ് എന്ന് പറഞ്ഞാൽ SIT ഇനി വളരെ കൃത്യമായി അന്വേഷണം തുടങ്ങുമെന്നാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉന്നത തലങ്ങളിൽ നിന്ന് അറിയുന്നത്. കാരണം പിണറായി ഒന്നും രംഗത്തില്ല. പിണറായി മുങ്ങിക്കഴിഞ്ഞു. അത് പറയുന്നത്, ബേബി പറയുന്നത് മറ്റേ തിമിര ശസ്ത്രക്രിയയാണെന്നാണ് പറയുന്നത്. മിക്കവാറും ക്ലിഫ് ഹൗസിലെ സാധന സാമഗ്രികളൊക്കെ പുറത്തേക്ക് കടത്താൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ പിണറായിക്ക് മനസ്സിലായി ധർമ്മടം പോലും നഷ്ടപ്പെട്ടേക്കാം എന്നുള്ള അവസ്ഥയിലാണ് പിണറായി. ധർമ്മടം നഷ്ടപ്പെട്ട പിന്നെ പിണറായി കേരളത്തിൽ കാലുകുത്തില്ല. പിണറായി നേരെ മോന്റെ അടുത്തേക്ക് പോകും. പിണറായിക്ക് പോകാൻ അങ്ങനെ പല സ്ഥലങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ആകെ കേരളമാകെ മാറുകയാണ്. ഈ പറയുന്ന അയ്യപ്പന്റെ സ്വർണം കട്ട സഖാക്കളെ മുഴുവൻ SIT വലയിലാക്കും. അപ്പോഴത്തേക്ക് മറ്റേ റിസൾട്ട് വരും. എന്ന് പറഞ്ഞാൽ ഈ സ്വർണ്ണപ്പാളികൾ പഴയ സ്വർണ്ണപ്പാളികളാണോ അതല്ല പുതിയ പാളികളാണോ? പഴയ പാളികൾ മുഴുവൻ ഈ വിദേശത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെയാണല്ലോ ഹൈക്കോടതി ആദ്യം സംശയം പ്രകടിപ്പിച്ചത്. പഴയ സ്വർണ്ണപ്പാളികൾ അത് കടൽ കടത്തി അല്ലെങ്കിൽ വിദേശത്ത് കൊണ്ടുപോയി മോഹവിലക്ക് വിറ്റു എന്നൊക്കെയാണ് ഹൈക്കോടതി തന്നെ സംശയം പ്രകടിപ്പിച്ചത്. അത് ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ ഈ പറയുന്ന കെമിക്കൽ പരിശോധന, അതിന്റെ റിസൾട്ട് മിക്കവാറും മെയ് ആദ്യം വരുമെന്നാണ് അറിയുന്നത്. അതുകൂടി വന്നു കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം, വാസവൻ എഴുതി വെച്ച CPM-മാരെ, വാസവനും പ്രശാന്തും കടകംപള്ളിയും വാസുവും പത്മകുമാറും പോരെ. ഇനി വേണോ? അതിലും നിൽക്കുന്നു തോന്നുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് കാരണഭൂതവും ടീമൊക്കെ സ്ഥലം വിടാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് അതിനേക്കാൾ വലിയ കൊള്ളയാണ് വയനാട്ടിൽ നടന്നത്, അല്ലേ? കണക്ക് പറയിപ്പാൻ ചോദിക്കുന്നില്ല. കാരണം ഈ 2000 കോടി എന്ത് ചെയ്തു? 2000 കോടി വിഴുങ്ങിയോ? ആരൊക്കെ വിഴുങ്ങി? ആരൊക്കെ പുട്ടടിച്ചു? പറയേണ്ടി വരും വിജയ, പറയേണ്ടി വരും കേട്ടോ. ആട്ടുംകൂട് പോലുള്ള വീടുണ്ടാക്കി കൊടുത്തിട്ട് ഒരു എളുപ്പമാനില്ലാതെ കേരളത്തോട് പറയാണല്ലോ 26,95,000. 26,95,000 വീടാണത്രേ. ആ സൺഷെയ്ഡൊക്കെ കണ്ട നമ്മൾ പൊട്ടിക്കറിഞ്ഞു പോകും. ഉണ്ടാക്കി കൊടുത്തതിന്റെ പിറ്റേ ദിവസം തന്നെ വിള്ളൽ, എന്താ പറയാ, ചോർച്ച. അപ്പോഴാണ് പറഞ്ഞത് ചോർച്ചയല്ല
എന്താണ് ക്രാക്ക് വെറും ക്രാക്ക് അല്ല, ഷ്രിഞ്ച് ക്രാക്ക് ആണ്. ഷ്രിഞ്ച് ക്രാക്ക് ആകെ എത്രയോ 1 mm ഉള്ളൂ. 1 mm വേണ്ടടോ, ഒരു 0.5 mm മതി, വെള്ളം വരും. ചെറിയൊരു സുഷരം കിട്ടാൻ മതി, ചെറിയൊരു വിള്ളലല്ലോ നിങ്ങൾ പറയുന്ന വിള്ളലല്ല, ക്രാക്ക്. എന്ത് ക്രാക്ക്, എന്ത് പണ്ടാറാവട്ടെ, അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം വരും. കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം വരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത തട്ടിപ്പ്, നിങ്ങൾ ചെയ്ത തോന്നിവാസം, കൊള്ള. കയ്യിൽ 800 കോടി വെച്ചിട്ട് നിങ്ങൾ കോൺഗ്രസ്സുകാർ വീടുണ്ടാക്കി കൊടുത്തില്ല. കോൺഗ്രസ്സുകാർ വീടുണ്ടാക്കിയത് എടോ, കോൺഗ്രസ്സുകാർ വീടുണ്ടാക്കി കൊടുക്കാതിരിക്കേ, അത് എന്തിന് നിങ്ങൾ നോക്കുന്നേ? നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നാട്ടുകാർ നിങ്ങളെ കൈ തന്ന 800 കോടി, ഇവിടുത്തെ സാധാരണ ജനങ്ങൾ നിങ്ങളുടെ കയ്യിൽ എന്താ പറയാ കയ്യിലേക്ക് തന്ന 800 കോടി അവർക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ. രാജൻ പറഞ്ഞ പോലെ നിങ്ങൾ കൂലിപ്പണിക്കാരാണോ? ഞങ്ങളുടെ ഇവിടുത്തെ ജനങ്ങളുടെ കൂലിപ്പണിക്കാരാണ് നിങ്ങൾ എന്നുള്ളത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്. അല്ലാതെ നിങ്ങൾ വലിയ തമ്പുരാക്കന്മാരൊന്നുമല്ല. രാജന് വലിയ സങ്കടം. കൂലിപ്പണിക്കാരൻ രാജൻ കൂലിപ്പണിക്കാരൻ, വാർക്കപ്പണിക്കാരൻ രാജൻ കൂലിപ്പണിക്കാരനും വാർക്കപ്പണിക്കാരനും ഒക്കെ ആടോ. എന്താ സംശയം? രാജൻ മാത്രമല്ല, പിണറായി മുതൽ ഇങ്ങോട്ടേക്കുള്ള എല്ലാവരും പണിക്കാരാണ്, കൂലിപ്പണിക്കാരാണ്. കൂലി തരുന്നുണ്ട്, ഞങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് കൂലി തരുന്നുണ്ട്. നിങ്ങൾ വെട്ടിപ്പ് നടത്തിയാലുണ്ടല്ലോ, നിങ്ങൾ വെട്ടിപ്പ് നടത്തിയാലാണ് ഞങ്ങൾ പിടിച്ചു പുറത്താക്കുക. അതാണ് 4-ാം തീയതി നടക്കാൻ വേണ്ടി പോകുന്നത്. 4-ാം തീയതി റിസൾട്ട് വരുമ്പോ മനസ്സിലാക്കിക്കോ, ഇവിടുത്തെ ജനങ്ങൾ നിങ്ങളെ തൂക്കിയെടുത്തെറിയും. എല്ലാ വാർക്കക്കാരെയും, എല്ലാ കൂലിപ്പണിക്കാരെയും, തട്ടിപ്പ് നടത്തുന്ന, കള്ളത്തരം നടത്തുന്ന എല്ലാ കൂലിപ്പണിക്കാരെയും വലിച്ചെറിയും. കാത്തിരുന്നോ കേട്ടോ. SIT വീണ്ടും PS പ്രശാന്തിന്റെ മൊഴിയെടുത്തു. മുന്നംഗം അജികുമാർ, ദേവസ്വം ഉദ്യോഗസ്ഥർ എന്നിവരുടെയും മൊഴി രേഖപ്പെടുത്തിയെന്നാണ് മനോരമ പറയുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം SIT തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, മുന്നംഗം അജികുമാർ എന്നിവരിൽ നിന്ന് വീണ്ടും മൊഴിയെടുത്തു. മുമ്പ് ഇവർ നൽകിയ മൊഴികളിൽ വ്യക്തത തേടിയാണ് ദിവസങ്ങൾക്ക് മുമ്പ് വീണ്ടും വിളിച്ചു വരുത്തിയത്. നിങ്ങൾ ആലോചിക്കണം. കാരണം PS പ്രശാന്തിനെ 2 തവണ SIT ചോദ്യം ചെയ്തിരുന്നു. അപ്പോഴൊക്കെ പിണറായി വിജയൻ തടഞ്ഞു. പിണറായി വിജയൻ പറഞ്ഞു, ഇനി മതി, പ്രശാന്തിനെ തൊടണ്ട. പ്രശാന്തിനെ തൊട്ടാൽ ആരെയും തൊടേണ്ടി വരും, കടകംപള്ളിയെ തൊടേണ്ടി വരും, കടകംപള്ളിയെ തൊട്ടാൽ വാസവനെയും തൊടേണ്ടി വരും. അതുകൊണ്ട് തൊടണ്ട, മതി എന്ന് പിണറായി കണ്ണുരുട്ടിയപ്പോൾ അവർ ബ്രേക്ക് ഇട്ടതാണ്. ഇപ്പോഴവർ ബ്രേക്ക് പതുക്കെ കാലെടുക്കുകയാണ്. കാരണം ഇനി വണ്ടി മുന്നോട്ട് നീങ്ങാം. കാരണം ഈ പറയുന്ന വലിയ പ്രതിബന്ധം മാറുകയാണ്. പിണറായി എന്ന് പറയുന്ന പ്രതിബന്ധം മാറുകയല്ല, ഇവിടുത്തെ ജനങ്ങൾ എടുത്തെറിയുകയാണ്, തൂത്തെറിയുകയാണ്. അപ്പൊ ഏതായാലും ഈ UDF അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്നുള്ള ഒരു സാധ്യതയല്ല ഞാൻ പറയുന്നത്. UDF അധികാരം ഏറ്റുകഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ എന്ന് പറയുന്നത് 2 വൻ കൊള്ളകൾ. കേരളത്തെ ആകെ പിടിച്ചു കുലുക്കിയ 2 കൊള്ളകൾ. ഒരിക്കലും ഒരു കൊള്ളക്കാരനും, ചമ്പൽ കൊള്ളക്കാർ വരെ ചെയ്യാത്ത, ഇവിടുത്തെ സാധാരണ പിടിച്ചുപറിക്കാർ പോലും ചെയ്യാത്ത ഏറ്റവും നെറികെട്ട കൊള്ളകൾ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പണം അല്ലെ. സുപ്രീം കോടതി വരെ ചോദിച്ചു, നിങ്ങൾ ഭഗവാനെ പോലും വെറുതെ വിടുന്നില്ലല്ലോ, അല്ലെ, ദൈവത്തെ പോലും വെറുതെ വിടുന്നില്ലല്ലോ വിജയ എന്ന് തന്നെയാണ് കോടതി ചോദിച്ചത് കേട്ടോ. വിജയ എന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം വിജയനാണല്ലോ എല്ലാം, അല്ലെ. ആകാശത്ത് മുഴുവൻ വിജയന്റെ, എന്റെ ബോഡി, എന്റെ തല, എന്റെ ഫിഗർ, എല്ലാം തീരുകയാണ് വിജയ, എല്ലാം തീരുകയാണ് കേട്ടോ. കാരണം എല്ലാറ്റിനും കണക്ക് പറയേണ്ടി വരും. കാലം ഒരു കണക്കും വീട്ടാതെ മുന്നോട്ട് പോകില്ല വിജയ, ഓർത്തു വെച്ചോ കേട്ടോ. ഏതായാലും വാസവ ജയിക്കാൻ വേണ്ടിയിട്ട് അയ്യപ്പനെ വിളിച്ചിട്ടുണ്ടാവും അല്ലേ. അയ്യപ്പൻ നിങ്ങൾ അങ്ങനെ ജയിപ്പിക്കൊന്നില്ല കേട്ടോ. അയ്യപ്പൻ നിങ്ങളെ ജയിപ്പിക്കൊന്നില്ല. നീ ആ ഒരു ധാരണയിൽ നടക്കണ്ട. നീയൊക്കെ 8 നിലയിലല്ല 18 നിലയിൽ പൊട്ടും. അത് കഴിഞ്ഞിട്ട് കടകംപള്ളിയും ഉണ്ട തിന്നാൻ കേട്ടോ. ഉണ്ട തിന്നാൻ 2 എണ്ണത്തിനും കൂടെ ഉണ്ടാവും. പ്രശാന്ത് ഉണ്ടാവും, പത്മകുമാർ ഉണ്ടാവും, വാസു ഉണ്ടാവും, എല്ലാ സഖാക്കന്മാർക്കും ഉണ്ട തിന്നാം. അത് കഴിഞ്ഞിട്ട് വയനാട്ടിലെ കൊള്ള അല്ലേ, വയനാട്ടിലെ കൊള്ളയുടെ കാരണക്കാർ ആരൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നെ പറയിപ്പിക്കേണ്ട രാത്രി. വയനാട്ടിലെ കൊള്ളക്ക് നേതൃത്വം കൊടുത്തവരും പിന്നാലെ വരും. അങ്ങനെ കേരളത്തെ പിടിച്ചു കുലുക്കിയ 2 വൻ കൊള്ളകൾ. ദുരന്ത ബാധിതരെ കൊള്ളയടിച്ച സർക്കാർ, അയ്യപ്പനെ കൊള്ളയടിച്ച സർക്കാർ, ഇവരെ മുഴുവനും അകത്താക്കുക എന്നുള്ള ജോലിയാണ് ഇനി വരുന്ന UDF സർക്കാർ. അതിന് നേതൃത്വം കൊടുക്കുന്നത് VD സതീശനാവട്ടെ, അല്ലെങ്കിൽ ചെന്നിത്തലയാവട്ടെ, അല്ലെങ്കിൽ KC വേണുഗോപാൽ ആവട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വനിതാ മുഖ്യമന്ത്രി ആവട്ടെ. ആരാണ് എന്നുള്ളതല്ല പ്രശ്നം. ആരൊക്കെയാണ് അകത്തു പോകുന്നത് എന്നുള്ളതാണ് പ്രശ്നം. കാത്തിരിക്കാം, ദിവസങ്ങൾ എണ്ണി നമുക്ക് കാത്തിരിക്കാം. അത്രമാത്രം. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.